ഹായ് ഫ്രണ്ട്സ്, ചോക്ക് ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് അധ്യാപക ജോലിക്ക് ടെറ്റ് നിർബന്ധമാക്കി സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ്. ടെറ്റ് നേടാത്ത ഒരു അധ്യാപകരും സർവീസിൽ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ അധ്യാപകരായി ജോലി ചെയ്യുന്നതിന് വേണ്ടി ടെറ്റ് പരീക്ഷ, കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവണമെന്ന് നിർബന്ധമുണ്ട്. എന്നാൽ ഈ ഒരു ഉത്തരവ് പ്രകാരം 5 വർഷത്തിൽ കുറവ് സർവീസ് ബാക്കിയുള്ള എല്ലാ അധ്യാപകർക്കും ടെറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അല്ലാത്ത പക്ഷം അവർക്ക് സർവീസിൽ നിന്നും പുറത്തു പോകേണ്ടി വരും. അധ്യാപക ജോലിയിൽ തുടരുന്നതിനോ സ്ഥാനക്കയറ്റത്തിനോ ടെറ്റ് യോഗ്യത നിർബന്ധമാണെന്നാണ് 2-അംഗ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം 5 വർഷത്തിൽ കുറവ് സർവീസ് ബാക്കിയുള്ള അധ്യാപകരെ ടെറ്റ് യോഗ്യതയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ കാലയളവിൽ അവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ടെറ്റ് നിർബന്ധമാണ്. ചുരുക്കി പറഞ്ഞാൽ 5 വർഷത്തിൽ കൂടുതൽ സർവീസ് ബാക്കിയുള്ള എല്ലാ അധ്യാപകരും ടെറ്റ് യോഗ്യത നേടിയിരിക്കണം. അല്ലാത്ത പക്ഷം അവർക്ക് ജോലി ഉപേക്ഷിക്കുകയോ വിരമിക്കൽ ആനുകൂല്യങ്ങളോടെ നിർബന്ധിത വിരമിക്കലിന് അപേക്ഷിക്കുകയോ ചെയ്യണമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ ടെറ്റ് നിർബന്ധമാക്കാൻ സർക്കാരിന് കഴിയുമോ എന്നത് സംബന്ധിച്ച തർക്കം കോടതി വിശാല ബെഞ്ചിലേക്ക് വിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, അധ്യാപക യോഗ്യതാ പരീക്ഷ പാസ്സായവർക്ക് മാത്രമാണ് PSCയിൽ അധ്യാപക തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതുപോലെ എയ്ഡഡ് സ്ഥാപനമാണെങ്കിൽ അത് അധ്യാപക തസ്തിക അപ്രൂവൽ ആവുന്നതിന് വേണ്ടിയിട്ടും ടെറ്റ് നിർബന്ധമാണ്. അതുപോലെ തന്നെ അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്കും ടെറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ടെറ്റിൻ്റെ സിലബസ് മനസ്സിലാക്കി മുൻവർഷ ചോദ്യങ്ങളും മോക്ക് ടെസ്റ്റുകളും എല്ലാം അറ്റൻഡ് ചെയ്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് തൊട്ടടുത്ത ടെറ്റ് എക്സാം പാസ്സാവുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാ കൂട്ടുകാരും നടത്തുക. എല്ലാവർക്കും വിജയാശംസകൾ.